കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്റെ പുതിയ സ്റ്റൈലാ. ഓ ഭയങ്കര സ്റ്റൈലുകാരി. ഇതെന്ത് വേഷമാണ് ഇത്? ഈ മുടിയിലൊന്നും എണ്ണ ഇല്ലാട്ടാ. ഇത് ഞാൻ ഷാമ്പു വെച്ചിട്ടെങ്കിൽ ഇങ്ങനെ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു വരി. അപ്പൊ നിനക്ക് കെട്ടി എന്താ കുഴപ്പം? കെട്ടി കൊടുത്ത മറ്റേ റിബൺ എന്തെടുത്ത് പിന്നെ പണ്ടത്തെ ആൾക്കാർ പോലെ മഞ്ഞ റിബണും വെച്ച് ഇങ്ങനെയൊക്കെയല്ല പോയി. നല്ല രസം ഉണ്ടാവും കൊച്ചേത്. ഇത് നല്ല ജമന്തി അമ്മയെപ്പോലെ കെട്ടാൻ നോക്കിയതാ, പക്ഷെ ശരിയാവാ. ഇത് കൊള്ളാം, ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് കുറവാണോ? ലിപ്സ്റ്റിക് ഒരു കുറവില്ല. നീ ഇട്ടിട്ടുണ്ടല്ലോ ലിപ്സ്റ്റിക്. ഇട്ടില്ല. കണ്ടാ തുടച്ചത്? അതെ സമയം ഒരുപാടായി. മറ്റവനവിടെ ഒടുങ്ങും ചെല്ലുമ്പോഴേക്കും. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ക്ലീറ്റ പറയപ്പോ മൃഗങ്ങളൊന്നും ഇല്ല അന്ന് സർക്കസില്, ശരിയാണോ? മൃഗങ്ങളിപ്പോ ഇല്ലല്ലോ, പണ്ടത്തെ സർക്കസ് അല്ലേ കാണണ്ട്. നീ അവിടെ ഉണ്ടോ? ഞാൻ ഇഷ്ടമാണ്. അങ്ങനെ നീ ഉണ്ട്, അപ്പൊ എന്നെ കൊണ്ടുവന്നെന്താ? നാത്തിന് ഉറങ്ങി കഴിഞ്ഞ് പോയതായിരിക്കും. നാത്തിന് ഉറങ്ങി കഴിഞ്ഞ് പോയതായിരിക്കും. കോളേജിൽ നിന്ന് കട്ട് ചെയ്ത് ക്ലാസ് കട്ടി പോയിട്ടുണ്ട്. കോളേജിൽ പോയില്ലല്ലോ, അതാ. എന്തിനാ കാണാൻ പോണ? മൃഗങ്ങളൊന്നും ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. എന്തായാലും മറ്റേ ഇതൊക്കെ കാണും, ഞാൻ ആട്ടൊക്കെ ഉണ്ടാവും. ക്ലീറ്റ വാ, സമയായി. 5 മണി കഴിഞ്ഞൂട്ടാ, ടിക്കറ്റ് കിട്ടൂല. എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞാൽ തള്ളക്ക് നോക്കുമ്പോ ചാടി അങ്ങ് ഇറങ്ങിയാ മതി. വീട് കൂട്ടിയാ ലൈറ്റ് ഓഫ് ചെയ്താ ഗ്യാസ് ഓഫ് ചെയ്താ ഒന്നും നോക്കണ്ട, അങ്ങ് ഇറങ്ങാണ്. ആര് പൂട്ടും? വാതിലടക്കണ്ട, കണ്ടു വെച്ച് നിൽക്കണ്ട അവള്. വേഗം വാ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞോണ്ടല്ലോ. ചുമ്മാ ചുമ്മാ ഇച്ചിരി കറക്കി. ഒന്ന് വിലകി നടക്കാം, കളിക്കല്ലേ നടക്കാം. കൂട്ടണമെന്നുള്ള ഒരു ചിന്തയില്ല. ഒന്ന് വണ്ടിയില്ലാതെ തന്നെ. എവിടെ പോണെങ്ങള്? എവിടെ പോണെന്ന്? ഞങ്ങള് മറ്റേ ജംബോ സർക്കസിന് ഇറങ്ങിയതാ. നീ വരുന്ന? ഞാനില്ല. ഇല്ല. അല്ല പാടാ? ഇല്ല, പോയിട്ട് വാ. പാടില്ലേ? ഇല്ല, കുഴപ്പമില്ല. ഞാനൊന്ന് കനനെ കാണാന്ന് കരുതിട്ട് വന്നാണ്. മുഖമല്ലായിരിപ്പുണ്ടല്ലോ. അതൊരു ജലദോഷത്തിന്റെ. ഒന്നുമില്ല, പോയിക്കോ, പോയിട്ട് വാ. ഒരു ബൈക്ക് ക്ലബ് ഉണ്ടല്ലോ. ഇല്ല, ഞാന് നീ വെറുതെ ഇരിക്കാൻ നമുക്ക് ഇല്ല. നീ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനാ പകൽ കഴിച്ചത്? ഇല്ല, നിങ്ങള് സന്തോഷമായിട്ട് പോവാൻ പോണ. ഞാനില്ല കനക ഒന്നുമില്ല. എന്തേലും ഉണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? പോയിക്കോ, നിങ്ങള് പോയിക്കോ. ചെല്ലി പോയിക്കോടെ. ഞാൻ ഇച്ചിരി എന്റെ കൂടെ ഇരിക്കാന്നോ. അത് സാറല്ല, നീ വാതിക്കൊന്നും ഇരിക്കാം. വേണ്ടത് ഞാൻ ആ വാതിക്ക് ഇച്ചിരി ഇരുന്നിട്ട് പോയിക്കോളാം. നിങ്ങൾ പോയിക്കോ. നിങ്ങൾ വരൂല ഇപ്പൊ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ. ഇല്ല തങ്കം, ഞാനില്ല. അതാണ് ഞാൻ ഇച്ചിരി ഇവിടെ ഇരിക്കട്ടെ. നീ പോയിക്കോ. നീ എന്താ കാര്യം പറഞ്ഞേ? എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് കട്ടുണ്ടോകൂല. 10 മിനിറ്റ് ഇരിക്കണോണ്ട് വല്ല കുഴപ്പമുണ്ടാ? ഞാൻ പോയിക്കോളാം. ശരി എടാ, ഞാൻ ഇച്ചിരി ഇവിടെ ഇരുന്നിട്ട് പോയിക്കോളാം. നീ പോയിക്കോ. അത്രയല്ലേ പറഞ്ഞോളൂ, നിങ്ങൾ പോയിക്കോ. പിള്ളേരെ സർക്കസിന് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ പ്രസിഡന്റ് അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഏർപ്പാടാക്കി. ഈ സർക്കസിന് സിനിമക്ക് എവിടെയെങ്കിലും പോയി ഞാൻ ഇച്ചിരി ഇരിക്കട്ടെ ക്ലീറ്റതെ. പൊയ്ക്കോന്ന്. ഞാൻ എന്റെ കുടുംബം കരുതി വന്നതാണത്. അത് കുഴപ്പമില്ലായിരുന്നോ? കഴിച്ചിട്ടില്ലേ? പൊയ്ക്കോ. കാരണം പൊയ്ക്കോന്ന്. 2 വിഷയം പറ. വിഷയമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. ഇന്ന് പോക്ക് നടക്കൂല. പൊയ്ക്കോന്ന്. നീ അവര് കാത്തങ്ങണ്ട, അവര് പൊയ്ക്കോ. ചെല്ലി കുഴപ്പമില്ല. ഞാൻ ചെയ്യാൻ ഇരുന്നിട്ട് പോയിക്കോളൂ. എനിക്ക് ഒരു ചെറിയൊരു ഇതുപോലെ തലവേദന. ഞാൻ നിന്റെ കുടുംബത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ എന്റെ സ്വന്തം കാര്യം പോലെ, എന്റെ കൂടപ്പിറപ്പിനെ പോലെയല്ലേ നിന്നെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു പ്രയാസം വന്നപ്പോ ഞാൻ നിന്നോട് പറയാന്ന് കരുതി വന്നാണ്. അല്ല, നീ ഇപ്പൊ അതിന് കുടുംബമായിട്ട് പോണല്ലേ, നീ പൊയ്ക്കോ. ഞാൻ വന്നിട്ട് പറയാം. നീ കാര്യം പറഞ്ഞ ചുമ്മാ ഒന്നുമില്ലാന്ന്. ഒന്നുമില്ല. വിളിക്കാണ്ടിരുന്നു.
ദിവസവും കാണണ്ടല്ലോ. പിന്നെ ഇത്രയ്ക്ക് എന്താ പറയാ കല്യാണം കഴിപ്പിച്ചിട്ടോ. നീ പോയിക്കോ, ഞാൻ പറഞ്ഞേ തങ്കം വിളിച്ചോണ്ട് പോയിക്കോ. ഞാൻ എന്തൊരു കഷ്ടമാണ് ഞാൻ ചെല്ലണോ. ഞങ്ങള് ഒരു സർക്കസ് കാണാനായിട്ട് എല്ലാരും കൂടെ ഇറങ്ങിയാണ്. നീ കുടുംബാലം ഉണ്ടാക്കാൻ തന്നെ ഇങ്ങോട്ട് കയറി വന്ന ഞാൻ 10 മിനിറ്റ് ഇവിടെ നിന്നിട്ട് പോയിക്കോളാടാ. പോയിക്കോ, എനിക്ക് 1-2 കാര്യമുണ്ട്. അപ്പൊ ഇപ്പൊ ചെല്ലണ്ട എനിക്ക്, അതാണ്. പോയിക്കോ പോയിക്കോനാ. നീ എന്തെങ്കിലും അലമ്പുണ്ടാക്കിട്ട് വന്ന എന്താ പ്രശ്നം എന്തോ ഉണ്ട് നിനക്ക്? ഞാൻ നിന്റെ പോലെ കുടുംബത്തിൽ ചേർന്ന് അലമ്പുണ്ടാക്കുന്ന ആളാണ്. അങ്ങനെയാണോ കരുതണ? പോയിക്കോനാ. വാതിലും പോയിക്കോ. ഞാൻ ഇപ്പൊ പോയിക്കോളാം. അല്ലെ ഞാൻ എണീറ്റ് പോണം. അതാണ്. എന്നെ ഒരു കാര്യം ചെയ്യുമ്പോ നമ്മളവിടെ സർക്കസ് കണ്ടിട്ട് കുറച്ച് കോമഡി കണ്ടിട്ട് വരാം. ഇതിപ്പോ എന്ന് അവര് തമ്മിൽ വഴക്കൂടണല്ലേ, വലിയ സംഭവമാക്കി പറയണ എന്തിനാ? കള്ളം കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെ. ഒന്നുമില്ല തങ്കം, ഞാൻ ഇന്ന് ഓഫീസിലല്ല. അപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കായിരുന്നു. അപ്പൊ വെറുതെ അല്ലറിയില്ല പ്രശ്നം ഉണ്ടായി. ഞാൻ അറിഞ്ഞാ നിങ്ങള് സർക്കസിന് പോണേന്ന്. ഞായറാഴ്ച ഒരു ദിവസം എവിടെയെങ്കിലും പോകില്ലേ? സംഗതി ഇന്നും കൂടെ ഉള്ളൂ. അതല്ലേ മണി ഇതേ സമയം വിളിക്കണത് എടുക്കണല്ലേ. ഹലോ, ഞാനാ കനകനാ. എന്താ ഷൈദ, എന്താ പ്രശ്നം? എന്താണ്? ഉവ്വ്, അവൻ എന്റെ അടുത്തുണ്ട്, ഇവിടെ വീട്ടിലുണ്ട്. നീ എവിടെ എവിടെ? വിളിക്കണ്ടോളേക്കാ, എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയത്. നിങ്ങൾ പോയിക്കോ, ഞാനൊക്കെ നിലവിട്ടിരിക്കണത്. നീ പൊയ്ക്കോ. അതുകൊണ്ടാ ഞാൻ ഇരിക്കുന്നത്. ഇല്ല, നീ ഇരിക്കണ്ട. നീ അവര് യാത്ര ചെയ്തല്ലേ, പൊയ്ക്കോ. എന്തോരം പറയും. ഞങ്ങളിപ്പോ ഇത് അത്ര വലിയ വിഷയമൊന്നുമല്ലടാ. ഇത് സർക്കസ് അല്ലേ, വേണമെങ്കിൽ അടുത്ത ഷോക്ക് കയറിയാലും പോരെ. അടുത്ത ഷോയ്ക്ക് ടിക്കറ്റ് ഒന്നും കിട്ടൂല. ആര് പറഞ്ഞു? ഈ ഷോയ്ക്ക് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞ് ഫ്രീ ആയിട്ട് ടിക്കറ്റ് തരാന്ന് പറഞ്ഞ് ഏർപ്പാട് ഉണ്ടാക്കി വെച്ചേക്കാണ്. നിങ്ങളൊക്കെ തമാശ കളിക്കരുത്. ഞാനിങ്ങോട്ട് വരൂലായിരുന്നു. ഞാൻ നീ വെറുതെ ഇരിക്കണെന്ന് ഓർത്ത് വന്നതാണ്. എടാ, നീ നമ്മളെ കൂടെ സർക്കസിന് വാ. നിനക്ക് കാര്യം എന്താന്ന് പറഞ്ഞാ കുഴപ്പമൊന്ന്. കനക കാര്യം ഒരുപാടുണ്ട്. അത് പറയേ. ഇതിപ്പോ നമ്മളെ പോക്ക് മുടക്കാൻ വേണ്ടി, അല്ലാതെ അവന് വേറെ കാര്യം മുടക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ പോയിക്കോ, ഞാൻ അതല്ലേ പറഞ്ഞത്. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയണ്ടല്ലേ? നീ എന്തിനാ എന്നെ വിളിക്കണം? നിനക്ക് എന്നോട് പറയാൻ പറ്റിയ ഭാഷയാണോ നീ വീട്ടിൽ എന്നോട് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സ്വത്ത് മതി, സ്വർണ്ണം മതി, ഇതൊക്കെ മതി, ഉമ്മാനെയും മതി, ഇന്ന വേണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ സ്വത്ത് മോഹിച്ചിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. നിന്റെ സ്വത്ത് മോഹിച്ചിട്ടാണ്. എന്റെ പേരിലല്ലേ ഇപ്പോഴും വഴക്കുണ്ടായത്? നീ ഇങ്ങോട്ട് വരണ്ട. എനിക്ക് നിന്നെ കാണാൻ വേണ്ട. നിന്റെ ആരും ഇവിടെ ഉള്ളത്? ആരിവിടെ ഉള്ളതെന്ന് ഇവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലെങ്കിലും. എന്റെ ഷാഹിദ, നീ എന്റെ ക്ഷമേനെ പരീക്ഷിക്കരുത്. ഇനി രണ്ടിലും ഒരാളെ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നീ, അല്ലെങ്കിൽ ഞാൻ. നീ നിന്റെ വീട്ടിൽ പോയി. നീ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇവിടെ നീ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. എന്തിനു വേണ്ടത്? എനിക്കിനി ജീവിക്കാനാ ഗ്രീച്ചോ. എന്റെ കനക ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമാണ് ഞാൻ നോക്കിയത്. എടാ, എനിക്കൊരു പ്രശ്നം വന്ന് അവളെ എന്റെ കൂടെ നിൽക്കണ വേണ്ടേ? എന്താ പ്രശ്നമാണ്? എന്റെ തങ്കം, എന്റെ പെങ്ങൾ ഇന്നുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഇവളുടെ സ്വർണ്ണം കൊടുത്ത് ഞാൻ പണയം വെച്ചെന്നും പറഞ്ഞിട്ട് എന്റെ ഭൂമി ഞാൻ ഇവളുടെ പേര് എഴുതി കൊടുത്ത്. ഇപ്പൊ അളിയന് 2 ലക്ഷം രൂപ ആവശ്യമായിട്ട് വന്നേക്കാണ്. അളിയൻ എന്നോട് പറഞ്ഞു, നിന്റെ ആധാരം ഒന്ന് താ, ഞാനൊന്ന് പണയം വെച്ചിട്ട് തിരിച്ചു തരാം, കടമായിട്ട് മതി എന്ന് ചോദിച്ചു. ഞാൻ ഇവളോട് അത് ചോദിച്ചപ്പോ ഇവള് പറയണേ അത് എന്റെ ഭൂമിയാണ്, തരൂലെന്ന് എന്നോട് പറഞ്ഞു. തങ്കോ അവള് വാപ്പാനോട് പോയി ഞാൻ ചോദിക്കാൻ. അതെന്താ അറിയോ? ഇത് കൊണ്ടുവന്ന് മുഴുവൻ ഉമ്മ കണ്ട അല്ലെങ്കിൽ അന്ന് വന്നപ്പോ ദൈവമേ, നിങ്ങൾ വെറുതെ ഉള്ളത് മുഴുവൻ അപ്പൊ എങ്ങൾക്ക് എഴുതി കൊടുത്തത് എന്റെ സ്വത്ത് മുഴുവൻ. എന്നിട്ട് 14 സെന്റ് സ്ഥലമുള്ളൂ. അതും കൂടി കൊണ്ട് കൊടുക്കാൻ ഉമ്മ പറയുന്നത്. കൊടുക്കാനല്ല, എന്നെ കൊണ്ട് സഹായിക്കണ്ടേ? അവര് ചോദിച്ചാൽ സഹായിക്കണ്ടേ? എല്ലാം കുടുംബക്കാരെ സഹായിക്കലേ ഉള്ളൂ. എനിക്ക് എന്റെ വഴിയുണ്ട്. ജീവിക്കണേ. എനിക്ക് ജീവിക്കണം. അവിടെ മുമ്പിൽ കണ്ട പോയി
നിനക്ക് ചാവണമെങ്കിൽ നിന്റെ വീട്ടിലെ കണ്ടു പോയി ചാടാ. ഞങ്ങളെ വെള്ളം കൂടി മുട്ടിക്കാൻ ഇവിടെ വന്ന് കാണണം. നിനക്ക് ചാവ എന്റെ മാവ് എന്റെ കടലുള്ളടാ. നിന്റെ കൂട്ടുകാരനെ നീ ഇറങ്ങാൻ ഞാനിപ്പോ കിട്ടിച്ചാൽ മയ്യത്തുമ്പോ വെച്ചിട്ട് കേക്കട്ടെ. ഇല്ല കനക ഇങ്ങോട്ട് നമുക്ക് പരിഹാരം പ്രമാണം കൊടുക്കാന്ന് പറയാ. എന്തെങ്കിലും തീരുമാനം പ്രമാണത്തിന് മാത്രമല്ല കനക, ഞാൻ കെട്ടിയ നാൾ തൊട്ട് അവളെ സഹിക്കാണ്. എനിക്ക് ജീവിക്കണ്ടാന്ന് ഇനി ഇങ്ങനെ. നീ മാറി നിൽക്ക്, ഞാൻ ചാവില്ല. നിന്നോട് ഞാനാ പറയണത് മര്യാദക്ക് താണോ. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കേസിൽ പ്രിയത് എന്റെ മാവാണ്. എടാ അവളെ എല്ലാത്തിനും തയ്യാറാണെന്ന്. അല്ലെങ്കിൽ ഞാൻ ഏറ്റു. കനകം പറഞ്ഞ ഞാൻ നീ സമ്മതിച്ചാ? സമ്മതിച്ചില്ലേ? അവസാന ചാൻസ് ആണല്ലോ കേട്ടാ. എന്തിന് സർക്കസ്? ഇപ്പൊ നടന്നതൊക്കെ തന്നെ മക്കളെ സർക്കസ്. ഇതാണ്ട് കോമാളി ഊഞ്ഞാലാടിയതും കോമാളി കെട്ടി ചാടാൻ പോയത് ഇതൊക്കെ തന്നെ സർക്കസ്. പിടി മക്കൾ. ഫോണ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊട്ടി. എടാ എന്ത് ബുദ്ധിശൂന്യത ഈ കാണിക്കുന്നുണ്ട് ഫാസ്റ്റിൽ. നീ ഇപ്പൊ ചെയ്ത പണി എന്താ നിനക്കറിയോ? അറിയോ കനക? എന്നെങ്കിലും നീ എന്നെ ഈ അവസ്ഥയെ കണ്ടിട്ടുണ്ടാ? 2-3 ദിവസമായി വീട്ടിൽ തുടങ്ങിയിട്ട് ഞാൻ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞ്. ഞാൻ ഇവളുടെ കൂടപ്പറപ്പുകളെ എൻ്റെ സ്വന്തം പോലെയല്ലേ കാണണ്ട. ഇവൾക്ക് അങ്ങനെയല്ല. എൻ്റെ ഉമ്മയും ഞാനും വേറെയാണ്. എനിക്ക് ആകെ ഒരു പെങ്ങളുള്ളൂ. അവൾ ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാണ്. അത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് അവർ കിട്ടുന്ന ലോണിന് ഒന്ന് ജാമ്യം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവള് സമ്മതിക്കണില്ല. ഇതിലിപ്പോ നീ കെട്ടി തൂങ്ങി ചത്തിട്ടെന്നാ കാര്യം. കനക എൻ്റെ ആത്മാർത്ഥം കൊണ്ടല്ലേ എൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോയത്. വേണ്ട, അവളുടെ സ്വർണം ഞാനെടുത്ത് ചെലവാക്കിയാണ് അവളുടെ പേരിലോട്ട് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞത് എൻ്റെ ആത്മാർത്ഥം കൊണ്ടല്ലേ. അപ്പോൾ തങ്കം അവള് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ സഹായിക്കണ്ടേ? നിങ്ങൾ പറ, മര്യാദ പറ. എന്റെ പൊന്ന് ഫാസിലെ, ഇതിനേക്കാളും വലിയ കിണറും വലിയ മരങ്ങളും ഉള്ള ആ വീട് കളഞ്ഞിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നത് ആത്മഹത്യ ചെയ്യാൻ? കളിയൊന്നും എണീറ്റ്. അല്ലെങ്കിൽ തന്നെ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെയാണോ വഴക്കിടണ്ടേ? ചെറിയ കാര്യവും ജമന്തിക്ക് അറിയാമോ? എനിക്ക് ആകെയുള്ളൊരു കൂടപ്പിറപ്പ് എൻ്റെ പെങ്ങളാണ്. ഇവള് ഞങ്ങളെ രണ്ടുപേരും രണ്ടായിട്ടാണ് കാണുന്നത്. അവളുടെ വീട് വേറെ, എൻ്റെ വീട് വേറെ. ഞാൻ ഇവളുടെ ആങ്ങളിനെ ഇവളുടെ വാപ്പാനും ഉമ്മാനെയൊന്നും വേറെ ആയിട്ട് കണ്ടിട്ടില്ല. കുടുംബമാകുമ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ കുടുംബത്തിലുള്ളതാണ്. അതിന് ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത്, ഒന്നാമത് ഈ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറയുന്നതിന്റെ ഭീരുക്കളുടെ ലക്ഷണമാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും പറ്റുള്ളൂ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട്. ഞാൻ എന്തിനാന്ന് കഷ്ടപ്പെട്ട് ഇനി ഇവക്ക് വില എടുത്ത് കൊടുക്കണം മരിക്കുന്നവരെ? പിന്നെ വേറെ ആരാണ് ചെയ്യുന്നത്? എന്റെ വാക്കിന് വിലയില്ലെങ്കിൽ ഞാൻ ഇനി ഇവളുടെ കൂടെ ജീവിക്കണോ? വാക്കിന് വില കൽപ്പിക്കാത്തതുകൊണ്ടാണ് അവള് നിന്റെ കൂടെ ഇത്ര നാൾ ജീവിച്ചത്. ഈ
ചെറിയ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കൂടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ ആവുന്നത് ക്ഷമിച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ പരമാവധി സമയം ഇവിടെ കയറി ഇറങ്ങണം നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരിത്തിരി സമാധാനം കിട്ടുന്ന ഈ കുടുംബത്ത് വരുമ്പോഴാണ്. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വന്നത്. ഇങ്ങോട്ട് അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. നിനക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ഞങ്ങൾ ഇത്ര ആളില്ലേ? ഇനിയും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഞങ്ങളോട് പറ. എല്ലാരും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കാം. എന്താണ് അളിയാ പ്രശ്നം? എന്താണ്? എന്റെ ക്ലീറ്റസേ, എന്റെ പെങ്ങളാകെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. അവളുടെ കെട്ടിയാൻ ഒരു ആവശ്യം വന്ന് 2 ലക്ഷം രൂപ. അപ്പൊ അവര് ഒരു ലോൺ എടുക്കാൻ നേരത്ത് എന്റെ ഭൂമി ഒന്ന് ജാമ്യം നിൽക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ്, വെറുതെ ഒരു സെക്യൂരിറ്റി. ഞാനത് ഇവളുടെ പേരിലാണ് ആക്കിയേക്കണം. അവളോട് ചോദിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ തങ്കം? ഞാൻ തരാമെന്ന് അളിയനോട് വാക്കും കൊടുത്ത്. എന്റെ ഭാര്യയല്ലേ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂന്ന് കരുതി. ഞാൻ അത് വന്ന് ഇവളോട് പറഞ്ഞപ്പോ ഇവള് എന്നെ കൊല്ലാൻ പറ്റി. എന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അവള് തരൂലെന്ന്. അപ്പൊ ഇവളുടെ മനസ്സെന്താണ് ഇവളുടെ? ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പ്രമാണത്തിന്റെ പേരിലാണ് നീ ആത്മഹത്യ വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്നേ ആത്മഹത്യ ഉണ്ട്. മനുഷ്യന്റെ ക്ഷമ ചിലപ്പോ കയ്യിൽ നിന്ന് പോകുന്നു. നമുക്ക് നിയന്ത്രണത്തിൽ കിട്ടിയില്ല, എന്താ ചെയ്യണ? ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ 2 പേരും ക്ഷമിക്കണം. അല്ലാതെ വാശിപ്പുറത്ത് എന്ത് തോന്നിയാസം കാണിക്കാന്ന് വിചാരിച്ചാ ഷാഹിന് ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? പറയാ അതിന്റെ പരിഹാരം എന്താന്ന് വെച്ചാ. മാത്രല്ല ഇവനെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആത്മഹത്യക്ക് ഉറങ്ങി പുറപ്പെട്ടുള്ള ഇവന്റെ കൂടെ ഒരു പെണ്ണ് എങ്ങനെ താമസിക്കും? അങ്ങനെ വേണം ആലോചിക്കുക. 2 പേരും വന്നിട്ട് മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ക്ഷമയും സമാധാനവും ഒക്കെ വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഞാൻ അനുസരിക്കാം. വന്നേ, വെറുതെ പൂങ്കണ്ണീര് ഒഴുക്കാനാണ്. ചുമ്മാ ക്ലാസ്സിലെ ഇവളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കണം. അല്ല ഫാസിലെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് പ്രശ്നം എവനുണ്ടായാലും നീയല്ലേ അവനെ ഉപദേശിക്കണം. എന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നിയാസം കാണിക്കാൻ നിന്നാ? ഞാനിപ്പോ ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഇവനോട് പറയാന്ന് ഓർത്താണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾ പോകാൻ നിൽക്കല്ലേ? ഞങ്ങൾ എവിടേക്ക് പോണതെന്ന്? ഞങ്ങളൊരു സർക്കസിൽ പോണതാണ് അത്ര വലിയ വിഷയം. നിനക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? പക്ഷെ നീ ഇപ്പൊ ചെയ്തതുണ്ടല്ലോ അങ്ങേറ്റത്തെ തെണ്ടിത്തരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ കള്ളു കുടിക്കരുത്. അത് പ്രശ്നം വേറെ രീതിയിലേക്ക് പോകും. അതൊന്നും പാടില്ല. കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഭയങ്കര മോശമായി പോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു വിഷയം എന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞൂടെ? അതിനിപ്പോ തങ്ക ഉണ്ട് അവിടെ, ജമന്തി ഉണ്ട്, അവരെല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേൾക്കാതിരിക്കുമോ? കനക, ഞാൻ അളിയന് കൊടുത്തൊരു വാക്കാണ്. എനിക്കത് പാലിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അത് നിന്റെ ആ ഒരു തീരുമാനം വളരെ നല്ലതാണ്. അളിയന്മാരോട് വാക്ക് കൊടുത്താൽ അത് പാലിക്കണം കേട്ടോ. ഇനിയിപ്പോ അവള് തരുന്നില്ല എന്ന് വെക്കി. തരുന്നില്ല, അതാണ് ഞാൻ പറയുന്നത്. തരുന്നില്ല എന്ന് വെക്കി. ഈ തരുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിനകത്ത് വാശിക്കൊന്നുമല്ല. അപ്പൊ അത് വേണ്ടെന്ന് വിചാരിക്കാൻ പഠിക്കാൻ പറ്റണം നിനക്കും. എന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ ആരുടെയെങ്കിലും വേറെ എത്ര ആൾക്കാരില്ലേ സുഹൃത്തുക്കളായിട്ട്, അവരുടെ ആധാരോ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചൂടെ? ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യയാണോ ചെയ്യേണ്ടത്? അത് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട്. ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ ഷാഹിദ. എന്തെങ്കിലും സംഭവിച്ചു പോയാ ഈ സ്ഥലം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. അവൻ എന്തെങ്കിലും പറ്റിയിട്ട് തനിക്കെന്തിനാ സ്ഥലം? അതാ ഞാനും ചോദിക്കണേ. ഇത് നിങ്ങളുടെ 2 പേരുടെ ഉള്ളിൽ തീരേണ്ട പ്രശ്നം. പിന്നെ ഇങ്ങോട്ട് വലിച്ചേക്കേണ്ട ആവശ്യമില്ല. ഇത് എവിടെയാ പ്രശ്നം ഇല്ലാത്തത്? ഏത് വീട്ടിലെ പ്രശ്നം ഇല്ലാത്തത്? നിങ്ങൾ 2 ഒന്നല്ലേ? ഷാഹിദാന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ ഫാസിൽ അത് വന്ന് ചോദിക്കണേ. അവന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ അതിന്? അപ്പൊ ഇങ്ങോട്ട് പറയണ്ട. അപ്പൊ പുള്ളിയുടെ വിഷമം കണ്ട് മനസ്സിലാക്കി ചോദിപ്പിക്കാനും കൂടി ഇടവരുത്തരുത്. ആ വിഷമം മനസ്സിലാക്കി ഇന്നേട്ടെ ഇത് കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന പറയേണ്ടവളാണ് ഷാഹിദ. അത് ചെയ്തില്ല. അതിന്റെ ഇടയ്ക്ക് അതിന് കണക്കും കൂടി പറഞ്ഞാലത്തെ അവസ്ഥ എന്താ? എന്താ മിണ്ടാത്തെ? ഒരു നല്ല തീരുമാനം എടുക്ക്. എനിക്ക് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത് മതി. ഇനിയിപ്പോ അങ്ങോട്ട് പോകാമോ? കൊടുക്കാൻ സമ്മതാണല്ലോ. ഇനി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ കണ്ടു കൊടുക്കി സന്തോഷായിട്ട് വന്നിട്ട് കരച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രശ്നമൊന്നുമില്ല. അവക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല കേട്ടാ. ഫാസിലെ, വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പോ അവളെ ഇവിടെ കൊണ്ടാക്ക്. ഇവരുടെ കൂടെയൊക്കെ ഒന്ന് കൂടി വരുമ്പോ അവൾക്ക് ഒരുപാട് മാറ്റം വരും. ഞാൻ ഇവനോട് എത്ര പ്രാവശ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേത്? അതാണ്. അതെ ഷാഹിദ, ഫാസിലോട് ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് കേട്ടാ. ആ പ്രമാണം അപ്പോ പെങ്ങൾക്ക് കൊടുക്കല്ലേ? ഞാൻ കൊടുക്കാം, ആ. ഞാൻ കൊടുത്തോളാം. പക്ഷെ മതി, ഇനി എന്താ പ്രശ്നം? തീർന്നല്ലേ, അതിനാണോ ഈ ഇത് അന്നേരം അങ്ങ് തീരുമാനിച്ചാ മതി അവരുടെ വീട്ടിൽ വെച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ വാപ്പാടെ അടുത്തൊന്ന് ചോദിക്കണം. ഞാൻ KSEBക്ക് വേണ്ടിയാണ് ഇത്രയും കാലം പാടിയിരുന്നത്. എന്താണ് എടാ ഇത്ര നേരം ഞാൻ നിന്നോട് ഇരുന്ന് ഓതിയത് എന്താണ്? പച്ച മലയാളത്തിലല്ലേ? മലയാളത്തിലാണോ? എടാ നിനക്ക് നിന്റെ പെങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്നോട് പറ. ഇവിടെ വീടിന്റെ ആധാരം ഇരിപ്പുണ്ട്, അത് കൊണ്ടുപോയിട്ട് കൊടു. ഇങ്ങനെ നിൽക്കുന്ന ജമന്തി കയ്യിൽ സ്വർണ്ണമുണ്ട്, ആ സ്വർണ്ണം കൊണ്ടുപോയിട്ട് കൊടു. ഇനി മരണം എന്നെല്ലാം പറഞ്ഞിട്ട് എന്റെ മുമ്പിലെങ്ങാനും വന്നാലുണ്ടല്ലോ എന്റെ കൈയോട്ടായിരിക്കും നീ ചാവുക. എടാ ഉടനെ ഇതൊക്കെ പറഞ്ഞ കറണ്ട് പിടിക്കാത്ത എന്റെ ചട ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓലവലാതി. അതെ ഷാഹിദ മോളെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കരുത് കേട്ടല്ലോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളിയെ ഏറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വർണ്ണമാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല പ്രമാണമാണെങ്കിൽ അങ്ങനെ, അല്ലേ അളിയാ? ആ ഡാ വാസിലേ, അവിടെ എഴുന്നേറ്റൊന്നേ. ഡാ എഴുന്നേറ്റ്, എടാ എഴുന്നേറ്റ് വരാൻ. അവിടെ ചെല്ലു വെച്ചാ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു അങ്ങോട്ട് പോവച്ച അങ്ങോട്ട്. കൈയൊന്നും വേണ്ട. കൈ പിടിക്കാൻ അവളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നേ. അവനോട് നോക്കി ചിരിക്കും. അവര് ബാക്കി വീട്ടിൽ പോയി ചിരിക്കും. നീ ഇവിടെ അവര് പോട്ടെ. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അവരിനി പോട്ടേന്ന്. ശരി ശരി വെച്ചോളൂ. വാസനെ എന്റെ കാലിന് പൊട്ടനുണ്ട് കേട്ടാ. എന്താണ് ഇതൊക്കെ? ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. പരസ്പരം വിട്ടുവീഴ്ചയില്ലതങ്ങ് വാ നീ. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് അവിടെ പോയി കയറി ഇതല്ലേ അവനാ കുന്തം വലിച്ചെന്റെ കാലിട്ട് തന്നില്ലേ? ഓ അതെ, ആരോട് ചോദിച്ചിട്ടാ എന്റെ സ്വർണവും പ്രമാണവും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞേ? ആരോട് ചോദിച്ചിട്ടാന്ന്? നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ ഇവിടുത്തെ പ്രമാണവും സ്വർണവും ഒക്കെ കൊടുക്കണ കാര്യം? എന്നോട് ചോദിക്കണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ പിന്നെ അങ്ങോട്ട് എടുത്ത് ചാടിക്കോളൂ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും ആധാരം സ്വർണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുട്ടുകാല് തല്ലി പിടിക്കും ഞാൻ. എന്താ മിണ്ടാത്തെ? Alien versus Alien.